ശ്രീനേട്ടനായിട്ട് കണക്ട് ചെയ്ത കഥയാണത്. അത് 87 മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വിദേശ ട്രിപ്പ്, ആദ്യത്തെ പരിപാടിയാണത്. ആദ്യമായിട്ട് ഈ സിനിമാ താരങ്ങൾ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. അത് മമ്മൂക്ക, ശ്രീനിവാസൻ, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, കലാരഞ്ജിനി, കൽപ്പന, അശോകൻ, ആ ടീമാണ്. മിമിക്രി ആയിട്ട് ഞാൻ അതിനകത്ത് വരാനുള്ള ഒരു കാരണമുണ്ട്. അത് എൻ്റെ ഒരു കസിൻ ആണ് അതിന്റെ കോർഡിനേറ്റർ, പോൾ അൽഫോൺസ്. അദ്ദേഹം എന്നോട് എനിക്കൊരു ലെറ്റർ വന്നിട്ട് പറഞ്ഞ് BTH ശ്രീനേട്ടനുണ്ട്, ശ്രീനേട്ടൻ ചെന്ന് കാണും, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോർജിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ BTH ചെല്ലുന്നു, കോളിംബിൽ അടിക്കുന്നു, ഡോർ തുറന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമാ താരം ശ്രീനേട്ടനാണ്, ആദ്യമായിട്ട് കാണുന്നത്. പിന്നെയാണ് ലെറ്റർ കൊടുത്തു, എന്തൊക്കെ വായിച്ചിട്ട് വന്ന് ഇരിക്കുന്നു പറഞ്ഞു. താൻ എന്താക്കാണ്? ഞാൻ പറഞ്ഞു ഞാൻ ഹരസ്റ്റിലെ ആർട്ടിസ്റ്റാണ്, അതെന്തൊക്കെ കാണിക്കുന്നു വെച്ചാൽ എൻ്റെ 10 മിനിറ്റിന് മിമിക്രിയെ കാണിച്ച് ശ്രീനേട്ടന് ഇഷ്ടപ്പെട്ടു. ശരിയല്ലേ ശ്രീനേട്ടാ? ഓർക്കണല്ലേ? ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അത് പറഞ്ഞു പറയിപ്പിക്കണ്ട, അത് പറ, അത് കഴിഞ്ഞ് ഞങ്ങൾ ചോദിക്കാം. ട്രിപ്പിൽ വരുന്നത് അന്ന് തുടങ്ങി ശ്രീനേട്ടനായിട്ട് ഭയങ്കര കണക്ഷനാണ്. എപ്പോഴും വിളിക്കാൻ ചെയ്ത് ഇഷ്ടംമാരെ കഥകളുണ്ട്. അതാണ് ഇപ്പൊ പേര് ചോദിച്ചത്. അല്ലല്ല, ഒരു സെക്കൻഡ്. വർഷങ്ങൾക്ക് ശേഷം ശ്രീനേട്ടനായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം വന്നു ഹണിബി 2 അപ്പൊ ഞങ്ങൾ തമ്മിൽ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിൽ ഞാൻ ശ്രീനേട്ടനോട് ചോദിച്ചു, ശ്രീനേട്ടാ ഈ CG പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ, ശ്രീനേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? CG ഒക്കെ എങ്ങനെയാണ്? CG എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം CG ചെയ്തോളും, വെറുതെ നിന്നാ മതി. ജോർജ് വെറുതെ നിന്നാ മതി, എല്ലാം CG ചെയ്തോളും, എല്ലാ ആക്ഷനൊക്കെ CG ചെയ്തോളും. അപ്പൊ ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞപ്പോ സീൻ എടുത്ത്. സീൻ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ശ്രീനേട്ടാ എന്നോട് വെറുതെ നിൽക്കാൻ പറഞ്ഞു, ശ്രീനേട്ടൻ അഭിനയിച്ചല്ല. ശ്രീനേട്ടൻ എന്താ അപ്പൊ അഭിനയിച്ചത്? എനിക്ക് CG അലർജിയാണെന്ന്. ജോർജ് വെറുതെ നിന്നോ, എനിക്ക് CG അലർജിയാണെന്ന്. അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ശരിയല്ലേ സ്നേഹത്താ? കറക്റ്റ് നടന്ന സംഭവങ്ങളായിട്ട് ഈ പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. മനസ്സിലായി.